ഇതെല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആവും. ഒരു നില വീടാ കയറ്റണമെങ്കിൽ പിന്നെ അതിന്റെ മുകളിലേക്ക് എടുക്കാൻ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. കയ്യമ്മ എന്താണ് കയ്യമ്മ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ട് കറിയൊന്നുമില്ല, നൂൽപുട്ടും പാലിച്ചായി, അതാണ് ഇന്നത്തെ കോമ്പിനേഷന്. ഊഞ്ഞാലമ്മലൊക്കെ കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചോറും കൂട്ടാനും കളിക്കണ പോലെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഇവിടുത്തെ ലൈഫ് തന്നെ അങ്ങനെ തോന്നുന്നത്, ഒരു കളിക്കണ പോലെ തോന്നുക. കഴിഞ്ഞ വീഡിയോ ഒന്നും കാണാത്തവർക്ക് ഒരു കൺഫ്യൂഷൻ ആക്കാരും, എന്താ ഇപ്പോൾ ഇത് ഇവിടെ ഊഞ്ഞാലൊക്കെ ഉള്ള അടുക്കളാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അപ്സ്റ്റെയറിലാണ് കേട്ടോ ഞങ്ങളുള്ളത്. വീടിൻ്റെ താഴെ പണികളൊക്കെ നടക്കുകയാണ്. എന്തൊക്കെ പണികൾ കാര്യങ്ങളെന്നൊക്കെ ഞാനിതാ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പണികൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബാത്റൂമുകളൊക്കെ പൊളിച്ചു, ടൈൽസിൻ്റെ പണി തുടങ്ങിയിട്ടില്ല, പൊളിക്കലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഓപ്പൺ സിറ്റൗട്ടാണ് ഇഷ്ടം, സിറ്റൗട്ടൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ടൈൽസുകളൊക്കെ ഒട്ടിക്കണം. ചായ കുടി കഴിഞ്ഞിട്ട് താഴത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരട്ടെ. യാമിക്കുട്ടിനെ നീച്ചിട്ടില്ല കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. ഷെഫ്കുട്ടിന് ഇതാ ആ ബെഡിലും കിടക്കുന്നുണ്ട്. ബുബുക്കുട്ട ഇതാ അവിടെ പുറത്തേക്ക് പോകാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ചുടൽ കഴിഞ്ഞു. പണിക്കാർ വാതിൽക്കട്ടകളുടെ പണിക്കാർ ഒരു കൂട്ടമുണ്ട്. ഇനി വയറിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ പൊല്യൂഷനും ഡസ്റ്റും അതുപോലെ സൂര്യൻ്റെ ചൂടും ഒക്കെ ആയിട്ട് മുഖത്തൊക്കെ ടാനൊക്കെ വന്ന് മുഖത്തിൻ്റെ തിളക്കൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എഫക്റ്റീവായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും റെമഡി തപ്പി നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫേസ് പാക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് മാമാ എർത്തിൻ്റെ ഉപ്ടൺ ഡീറ്റാൻ ഫേസ് പാക്ക്. ഇത് നമ്മളെ മുഖത്തെ ടാനൊക്കെ റിമൂവ് ചെയ്തിട്ട് നാച്ചുറൽ ഗ്ലോ റീസ്റ്റോർ ചെയ്യാൻ സഹായിക്കും. ഇതിൽ തലമുറകളായി വിശ്വസിച്ചു പോരുന്ന മഞ്ഞളിന്റെയും കുങ്കുമപ്പൂവിന്റെ ഗുണങ്ങളാണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത്. ഇനിതാ ഇങ്ങനൊരു സ്പാച്ചുലുണ്ട്, നല്ലൊരു സ്മെല്ല് കേട്ടോ, നല്ലൊരു ടെക്സ്ചറാണ് കേട്ടോ ഇതിൻ്റെത്. ഞാൻ പറഞ്ഞത് ഇതിൽ മഞ്ഞളും കുങ്കുമപ്പൂവാണ് അടങ്ങിയിട്ടുള്ളത്. മഞ്ഞൾ നമ്മളെ മുഖത്തിന് നാച്ചുറൽ ഗ്ലോ ഒക്കെ കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ സാഫ്രോണ് ക്ലിയർ സ്കിൻ ആവാനും ഹെൽപ്പ് ചെയ്യും. നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ മുഖമൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ലെയറായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റും ഒഴിവാക്കിയിട്ട് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാൻ പറ്റും. എന്നാലും ഇതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ടാപ്പ് ടെസ്റ്റ് ചെയ്ത് ടാപ്പ് ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ മാമാർത്തിൻ്റെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തെടുത്ത് ഉണങ്ങിയിട്ട് ഞാൻ കഴുകി കളഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതാ നല്ല വ്യത്യാസം ഉണ്ട് അല്ലേ. മാമാർത്തിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിനും അങ്ങനെയൊക്കെ ആയിട്ട് അവർ പ്രത്യേകം നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും. ഇപ്പോൾ മാമാർത്തിൻ്റെ ഈ ഒരു ഉപ്ടൺ ഡീറ്റാൻ ഫേസ് പാക്ക് നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ ഇതിൽ യാതൊരു ഹാംഫുൾ കെമിക്കൽസും അവർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്കിത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, purple.com അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഓഫ്ലൈൻ സ്റ്റോറുകളിലും ഇത് കിട്ടും. പിന്നെ മാമാർത്തിൻ്റെ വെബ്സൈറ്റിലോ ആപ്പിൽ നിന്നോ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഷാസ് 2025 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ടാനൊക്കെ പോയി മുഖമൊക്കെ നാച്ചുറൽ ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഇതാ മാമാർത്തിൻ്റെ ഡീറ്റാൻ ഫേസ് പാക്ക് യൂസ് ചെയ്തോളയും. ഫേസ് പാക്ക് മാത്രം പോരാ, സൺസ്ക്രീനും വേണം. ഇത് മാമാർത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ് കേട്ടോ. നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഇത് SPF 50 PA++++ഓട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും വെയിലും ചൂടൊക്കെ അല്ലേ, നമുക്ക് സൺസ്ക്രീൻ തേച്ചെടുക്കാം. അപ്പോൾ ഇനി വേഗം ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ. ഞങ്ങളെ ചായ കുടിയൊക്കെ അല്ലേ, ചായ കുടി ലഞ്ച് ഞങ്ങൾ ഉള്ളിലാട്ടോ കഴിക്കാം. അപ്പോൾ നമുക്ക് ചൂടല്ലേ, രാത്രി ഇവിടെ നിന്നിട്ട് കഴിക്കാം. നീരാളമായിട്ടും ഇവിടെ നിന്നിട്ടും കാഴ്ച കണ്ടിട്ടും നമ്മൾ മെയിൻ ബാഗിലാണ് കുളിക്കാറുള്ളത്. മെയിൻ ബാഗിൽ കുളിക്കുമ്പോൾ വേറെ രസമുണ്ട്. കാരണം എന്താ വെച്ചാൽ മെയിൻ ബാഗിൻ്റെ ഉള്ളിൽ എല്ലാവരും എങ്ങനെയാണെന്നാവോ, പക്ഷെ ഞങ്ങൾ
അതിന്റെ ഒരു സ്വർണം കട്ടിലിന്റെ ചോട്ടിൽ നമ്മള് വാതിൽക്കട്ടില് വെക്കുമ്പോ ഫസ്റ്റ് ആയിട്ട് വെക്കുമ്പോ സ്വർണം വെക്കുമല്ലോ. അതേമാതിരി വലിയ അനാഥിന്റെ സ്വർണം ഇതെല്ലാം വെച്ചിട്ടുണ്ടോ. അപ്പൊ അന്ന് ഞാൻ ഗൾഫിലാണ്. അപ്പൊ അത് നമുക്ക് കിട്ടുമോ ഇല്ല പെരുകിക്കണോ ഇല്ല എന്നൊക്കെ നോക്കണം പോയിട്ട് കുളിക്കുമ്പോ പറയാൻ പറഞ്ഞു. ഭദ്രകാളി നീച്ചു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ടിക്കറ്റ് പല്ലുമൊക്കെ കഴിയിട്ട് അമ്മാവ് തരാം കേട്ടാ. പറ്റൂല. നിങ്ങളെപ്പോഴും ഉള്ളോട് പറയില്ലേ നോ 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 എന്ന് പറയാണ്. പറയുന്നുണ്ട് അമ്മനോട്. മോളിലേക്ക് വന്നിട്ട് പിന്നെ മുറ്റടിച്ച് വരിട്ടില്ല കേട്ടോ. മുറ്റത്തൊക്കെ കരിയിലുണ്ട്. ഇതാ നമ്മളെ ബാത്റൂം പൊളിച്ചതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കും മുറ്റത്തേക്കല്ലേ ആമി. അങ്ങനെ ആമിക്കുട്ടി നീച്ച് അതിൻ്റെ ഇടക്ക് അടിച്ചു വാരി തുടച്ച് ഓളെ കുളിപ്പിച്ച് ഒരുക്കി. അതിൻ്റെ ഇടക്ക് ഞാനും ഒക്കും കൂടി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ഇതാ ആമിക്കുട്ടി ഉറങ്ങിട്ടോ. ആ നേരത്തൊക്കെ ഭയങ്കര ഒരു ഓട്ടപ്പാച്ചിലാകട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിൽക്കുമ്പോൾ ഒരു വേറൊരു ലൈഫാണല്ലോ, നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഇതൊക്കെ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാനോളെ കുളിപ്പിക്കാനൊക്കെ പോയി മാക്സി അല്ലേ നിട്ടിട്ട് നമ്മളിങ്ങനെ മേത്തേക്ക് വെള്ളാതിരിക്കാൻ ഇങ്ങനെ കയറ്റി കുത്തിയിട്ടൊക്കെ അല്ലേ കുളിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ ഞാൻ അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇനി നാളെ ചുരിദാറൊക്കെ ഇട്ടിട്ട് നമുക്ക് കയറ്റി വെച്ചാൽ നനഞ്ഞാലും വേണ്ടില്ല അങ്ങനെയൊക്കെ വീഡിയോ എടുക്കണം. ആമിക്കുട്ടിനെ ഇവിടെ ഓളെ കുളിപ്പിക്കല് കേട്ടോ. എന്താ ഞങ്ങൾ സാധനങ്ങളൊക്കെ കുറേ ഇവിടെ വെച്ചിരിക്കുന്നത്. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇവിടെ സിങ്കില്ലേ, ഇവിടെ റൂമുണ്ടോ, ഹാളാണോ, ബാത്റൂം ഉണ്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്തൊക്കെയുള്ളത് ഞങ്ങളെ പാത്രം കഴുകൽ സിസ്റ്റം എല്ലാ സിസ്റ്റം ഒക്കെ ഒന്ന് കാണിച്ചു തരണ്ട കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ പണിക്കാരൊക്കെ ഉള്ള കാരണം നേരം വൈകുന്നുണ്ട്. അപ്പോൾ ചോറ് കഴിക്കാൻ നേരം വൈകി. അപ്പോൾ ഹോം ടൂറൊക്കെ ഒന്ന് കാണിച്ചു തരാച്ചിട്ടായിരുന്നു. ഇനി എന്തായാലും പപ്പടം പൊരിച്ച് ചോറ് തിന്നിട്ട് കാണിച്ചു തരാം. ഇനി ഞങ്ങൾ അതിൻ്റെ ഇടക്ക് താഴത്ത് പണികൾ നടക്കുന്നത് കാണാൻ പോയിരുന്നു കേട്ടോ. നമ്മളെ മെയിൻ വാതിലൊക്കെ പൊളിച്ചു കിട്ടോ. അതൊന്ന് കണ്ടിട്ട് വരും. അപ്പോൾ ഇത് ഞങ്ങൾ ചോറൊക്കെ വിളമ്പി സെറ്റാക്കട്ടെ. ഇരിപ്പിടൊക്കെ നല്ല കിട്ടിയിരുന്നു. ഇതിന് വലിയ സൗകര്യം കിട്ടൂല കേട്ടോ. ഇല്ല ഇരിപ്പിടം കിട്ടിയില്ല നമുക്ക്. നമുക്ക് നമ്മളെ വാതിന്റെ മെയിൻ വാതിന്റെ പണി പ്രതീക്ഷയോട് ഞാൻ ഇതിന്റെ കട്ടിന്റെ അടിയിൽ വലിയ സ്വർണ്ണക്കട്ട വെച്ചിരുന്നു. അപ്പോൾ ഓനെന്താ പറഞ്ഞാല് മറ്റേ ഒരു മാസം ഇന്നെന്താ വില, സ്വർണ്ണത്തിന് എന്താ വില എന്ന് ചോദിക്കുന്നത്. വാതിൽ കൊടുക്കുമ്പോ മെല്ലെ എടുക്കാനേ. അതെ നിങ്ങളെ ഏറ്റെടുത്തോളൂ. കട്ടില വെക്കുമ്പോ സ്വർണം വെക്കണത് നമ്മളൊന്നും നോക്കില്ല. നല്ല വലിയൊരു കട്ടേണ്ട് വെച്ചു. എന്തോ ഒരു പൊടി കൊടുന്നിട്ടിട്ടുള്ളൂ. അത് അതൊക്കെ ചെതലെന്നെ തിന്നിട്ടുണ്ടാവും. ചെതലൊന്നുണ്ടാവും. അല്ല ചെതല അറിയാതെ തിന്നിട്ടുണ്ടാവും. അപ്പൊ ആ ചെതലിനെ കിട്ടിയാലും മതി. എന്തോ കഴിച്ചതിന്റെ ഒരു കണ്ണി അങ്ങനെ എന്തോ കാണൊന്നുമില്ല. എന്നാലും ഒന്ന് നോക്കിയെന്ന് മാത്രം. 10-15 വർഷം മുമ്പ് ഒരു രസം. കുഞ്ഞ് നടന്നത് കാണുന്നുണ്ട്. ചെറിയൊരു കണ്ണി പോലെയാണ്. അതെ കണ്ണും കാണൂല. അതുപോലെ ഇങ്ങനെ വെച്ച പോലെ എനിക്കൊരു ഓർമ്മ. എന്തായാലും ഇല്ല അത്ര ഒരു കണ്ണിയാണ്. ഒരുപാട് പ്രതീക്ഷിച്ച് വന്നതാണ് നിധി എടുക്കാനില്ലേ. പഠിക്കുന്നതിലും കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ അത് തരാൻ വേണ്ടി വന്നത്. അപ്പൊ നോക്കുമ്പോ സാധനം കിട്ടിയില്ല. എന്തായാലും അത് മണ്ണോട് മണ്ണായി വന്നത്. ഞാൻ മണിക്കടിയിൽ ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടില്ലല്ലോ. ഇത് അയച്ചു നോക്കണം. അതിന് പൈസയൊക്കെ കൊണ്ടുവരണം. ഇവിടൊക്കെ ലൈറ്റ് വെക്കാനുള്ളതൊക്കെ കീറിയിട്ടാ ആഴത്തിലൂടെ കീറുന്നത്. ടൈൽസ് ഒന്നും പൊട്ടാതെ കിട്ടിയില്ലേ. നമ്മളെ വാതിലൊക്കെ അതാ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇക്കാൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറുണ്ട്. നെയ്ച്ചോറല്ല, ഗീ റൈസ്. എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി. ഷെഫ് മോനെ ചോറ് വിളമ്പല്ലേ. അമ്മക്കുട്ടി ഇതാ നല്ല ഉറക്കത്തിലാ. ഈച്ചകൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ വന്നത്. ഞങ്ങൾ പറയുന്നേ ഈച്ചകൾ അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയത് എന്ന് പറയുന്നു ഞങ്ങൾ. കാരണം ഒറ്റ ഈച്ച ഉണ്ടായിരുന്നില്ലേ. കുറച്ച് ദിവസം മുമ്പ് നല്ല ഈച്ച ഉണ്ടായിരുന്നു. അല്ലപ്പ ഇന്ന് 2 ആൾക്കാരെ അറിഞ്ഞിരിക്കുന്നു. നീ ഊഞ്ഞാലം വരുന്നിട്ടാ തമ്പ്രാന എംബ്രാന.
അമ്മക്ക് വയ്യാൻ അറിഞ്ഞാണ്ട് ഇപ്പൊ വിളിച്ചിരിക്കുക. അപ്പൊ അവന് പോയിട്ട് കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെയുള്ള സംഗതികളും നമ്മൾ വീഡിയോ എടുക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കും എഡിറ്റ് ചെയ്യുമ്പോൾ എന്നാൽ അതങ്ങോട്ട് എടുത്താൽ മതി. എന്നാൽ പിന്നെ അതാ സീക്വൻസ് ആയിട്ട് ഇട്ട് കൊടുത്താൽ ഇക്ക എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുമല്ലോ. യാമിക്കുട്ടിനെ കാണിച്ചെടുക്കട്ടെ. വെള്ളമൊക്കെ കുടിച്ചിട്ട് ആകെ നന്ദി. എല്ലാവരോടും ഹായ് പറഞ്ഞോ. ഓ യാമിക്കുട്ടിന് കുറേ ആൾക്കാരുണ്ടല്ലോ അവിടെ. എനിക്കറിയാം അതൊക്കെ. അമ്മമ്മയും പറഞ്ഞു ഹായ്. എല്ലാവർക്കും ഫ്ലൈയിങ് കിസ് കൊടുത്താ. കൊടുത്തു. എന്ത് ചെയ്തു കഴിഞ്ഞാൽ അപ്പം കയ്യടിക്കണം. അങ്ങനെ ഞങ്ങൾ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പം ഇക്ക അമ്മക്ക് സോഡിയം കുറവാകും ഇടയ്ക്ക്. അപ്പം അങ്ങനെ പ്രശ്നമായിട്ട് പൊയ്ക്കാണ് കേട്ടോ. പോയിട്ട് ഇപ്പം ട്രിപ്പ് ഇട്ടിക്കാണ് പറഞ്ഞിട്ട് ഇക്ക വന്ന് ഭക്ഷണം കഴിച്ച് പോയിട്ടോ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലാതിരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ യാമിക്കുട്ടി നീറ്റു. യാമിക്കുട്ടിക്ക് ഫുഡ് കൊടുത്തു അല്ലേ യാമിക്കുട്ടി? അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതായത് നിങ്ങൾ സിങ്ക് ഉണ്ടോ, അടുക്കള എങ്ങനെയൊക്കെയാണ്, ഇവിടെ റൂം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. കാണിച്ചു കൊടുക്കാം. നമുക്ക് കുഞ്ഞാലടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾ വീടിരുന്ന സമയത്ത് ഇവിടെ ഒരു നില ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ ഒരു നില വീട് കയറ്റി കഴിഞ്ഞാൽ വീട് ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഒരു വീടുണ്ടായാൽ മതി എന്നൊക്കെ. പക്ഷെ ഒരു നില വീടാ കയറ്റണമെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് എടുക്കാൻ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഈ ആമിക്കുട്ടിക്കും ഒരു സമാധാനമില്ല. അവൾക്ക് തിമ്മ പിടിച്ചിട്ട് ഒറ്റയ്ക്ക് നിന്നായിരുന്നു. അതാണ് അവൾ ആവശ്യം. അങ്ങനെ ഞങ്ങൾ മോളിക്ക് എടുത്താണ്ട്. അപ്പോൾ താഴത്ത് 1150 സ്ക്വയർ ഫീറ്റിൽ 3 റൂമുകളാണ് കേട്ടോ. അപ്പോൾ ഒക്കെ കുഞ്ഞേതാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞേത് മാറ്റിയിട്ട് ഇവിടേക്ക് എടുക്കുമ്പോൾ ഒക്കെ വലിയതാക്കാന്ന് വെച്ചാൽ വലിയൊരു ബാൽക്കണിയും വലിയൊരു റൂം, ഒരു ഹാളും വലിയൊരു ബാത്റൂമോ മാത്രമേ കേട്ടോ മുകളിലുള്ളത്. ഷെഫ് കുട്ടൻ്റെ കല്യാണമൊക്കെ ആകുമ്പോൾ ഈ വലിയ ഹാളോ എനിക്കൊരു റൂം ആക്കി സെറ്റാക്കാം. ആ ഒരു പ്ലാനിലാണ് കേട്ടോ. ഇതുവരെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് വിരുന്നുകാരൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതേപോലെ തന്നെ താഴത്തെ വീടൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഊഞ്ഞാലുകളൊക്കെ കാണുമ്പോൾ നമുക്കിവിടെ ഊഞ്ഞാലിടാൻ സ്ഥലമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മുകളിൽ എടുക്കുമ്പോൾ ഊഞ്ഞാലൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ആദ്യമേ പറഞ്ഞിട്ട് അതിനുള്ള ഹുക്കൊക്കെ ഇടിപ്പിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഹുക്ക് ഇടിപ്പിച്ചിട്ട് നമ്മളിവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് അന്ന് യാമിക്കുട്ടിയൊന്നും ഇല്ല. പിന്നെ യാമിക്കുട്ടി അതെ നമ്മളെന്തേലൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് പറയുമ്പോൾ കൊടുക്കും അതേപോലെ പറയാം. ഉണ്ടല്ലോ. ഉണ്ടായിരുന്നില്ല ആദ്യം. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ യാമിക്കുട്ടി ഉണ്ടായി. അപ്പൊ ഇവിടെ ഉണ്ടോ ഞങ്ങള് അടുക്കള ആക്കിയിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയിൽ. അപ്പൊ അടുക്കളയുടെ തിണ്ടുപോലെ തിണ്ടൊക്കെ ഉണ്ടല്ലോ എന്തായാലും. പക്ഷെ ഇവിടെ സിങ്കൊന്നും ഇല്ല കേട്ടോ. സിങ്കുണ്ടോ എല്ലാവരും ചോദിച്ചിരുന്നു. ഈ ഇരിക്കുന്നതാണ് പാത്രം കഴുകുന്ന സിങ്ക്. പണ്ടൊക്കെ പൈപ്പില്ലാത്ത വീട്ടിലൊക്കെ ഒരു വട്ടപ്പാത്രം വെക്കും അടുക്കളയിൽ. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കഴുകുകയാണല്ലോ ചെയ്യുന്ന പോലെ ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കഴുകും. അങ്ങനെ കേട്ടോ ഞങ്ങളെ സിസ്റ്റം. ഇതാ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കഴുകും. അപ്പോൾ ഇതിൽ വെള്ളം എന്ന് പറയുമ്പോൾ ഇതാ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒഴിക്കും. അങ്ങനെ ഇവിടെ ഇത് നമ്മളെ സെമി അന്ന് ഫ്രൂട്ട്സ് കൂടുന്ന ബാസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലിതാ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പാക്കറ്റും. അപ്പം അങ്ങനെയുള്ള കുണ്ടാൻ സാധനങ്ങളൊക്കെ ഇതാ ഇതിലാട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ക്ലാസ് കയ്യിൽ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുക്കള സെറ്റപ്പാണ് കേട്ടോ. നമുക്ക് പൈപ്പിൽ വെള്ളം എടുത്തിട്ടില്ലെങ്കിൽ സമാധാനക്കേടാണല്ലോ. അപ്പോൾ ആ ഒരു സമാധാനക്കേടിന് ഇതാ ഇവിടെ അടുക്കളയിൽ പൈപ്പ് ഉണ്ട് കേട്ടോ. കുടിവെള്ളം എടുക്കാൻ ഈ പൈപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് ചെറിയൊരു അലമാര സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഈ അലമാരയിൽ ഇതാ യാമിക്കുട്ടിയുടെ ഫുഡ് ഉണ്ട്, യാമിക്കുട്ടിയുടെ ഉപ്പും മധുരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അലമാര വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ പഞ്ചസാരയും മസാലപ്പൊടികളും നമ്മളെ അച്ചാറും. ഇത് യാമിക്കുട്ടിയുടെ നെയ്യാണ് കേട്ടോ, ഹോം മെയ്ഡ് നെയ്യ്. പിന്നെ ഇതാ മസാലപ്പാത്രം, ഇത് നേരെ തെറ്റി വെച്ചത് മസാലപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതാ ഇങ്ങനെ സാധനങ്ങളൊക്കെ അടുക്കള അങ്ങോട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കറങ്ങുന്ന എണ്ണപ്പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അടിയിലും ഇതാ കുറച്ച് സാധനങ്ങൾ കേട്ടോ, അരിയും സാധനങ്ങളൊക്കെ. പിന്നെ ഇതാ ഈ ടേബിള് ഞാൻ തയ്യൽ മെഷീൻ വെക്കാനും ഈ ടേബിള് ഓവർലോക്കിൻ്റെ മെഷീൻ വെക്കാനും വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ, ഉണ്ടാക്കിച്ചതായിരുന്നു. ഓരെന്തായാലും കൂടി അടുപ്പിച്ച് വെച്ചിട്ട് നമ്മളിത് സ്റ്റൗവും കാര്യങ്ങളും വലിയ പാത്രങ്ങൾ വെക്കാനും അങ്ങനെ സെറ്റപ്പ് ആക്കി. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വീടുണ്ട്. അത് കാരണം ഞങ്ങളുടെ കാർട്ടൂൺ ഇട്ട് വെച്ചു. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈവസി കിട്ടുമല്ലോ. ഇതാ യാമിക്കുട്ടിയുടെ പാത്രങ്ങളൊക്കെ ഇട്ടതിൽ ഇത് ഞങ്ങളെ ബൂബുക്കുട്ടൻ്റെ ഫുഡാണ്. ഇത് കണ്ണൂരിൽ നിന്ന് സാധനങ്ങൾ കൊടുക്കുന്ന പാത്രം കിട്ടും. ഇത് ഞങ്ങൾ ബൂബുവിൻ്റെ ഫുഡ് ഇടാൻ വേണ്ടി വെച്ചു, നല്ലൊരു പാത്രം. പിന്നെ ഇത് ഞങ്ങൾക്ക് ചാരിയിരിക്കാനും ഇവിടെ ആദ്യമേ ഉണ്ടായിരുന്ന കുഷ്യനാണ്, ഇപ്പോൾ ഒന്നും കൂടി യൂസ്ഫുള്ളായി. പിന്നെ ഇവിടെയാണ് ഓപ്പൺ ടെറസ് വരുന്നത്. ഇവിടെ ഞാനിതാ ഇങ്ങനത്തെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതെല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആവും. ഇങ്ങനെ ഒരു കുളത്തും ഇതും അതേപോലത്തെ ഒരു കുളത്തുമാണ് കേട്ടോ. ഇത് നമുക്ക് വാതിലിൻ്റെ ബാക്കിൽ ഇതാ ഇങ്ങനെ ഒരു ടച്ചായിരുന്നു. നല്ലൊരു ഉറപ്പും കട്ടിയും ഒക്കെ ഉണ്ടേനും നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ടൊരു ഇതാണ്. അപ്പോൾ അടുക്കളയുടെ ബാക്കിലൊക്കെ തൂക്കിയിടാം. ഇതിപ്പോൾ ഫ്രണ്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കേട്ടോ. ബാക്കിലും ഉണ്ടാവരണം. ഞങ്ങൾ താഴത്തെ റൂമിൻ്റെ ബാക്കിലൊക്കെ ഇത് വെച്ചിരുന്നു, നമ്മൾ ഇട്ട ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വന്നാൽ തന്നെ ഇവിടെ പൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ പൈപ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾ വിശാലമായിട്ട് പാത്രം കഴുകട്ടോ. ഇതാ ഈ ഒരു പലകെട്ടിട്ട് ഇരിക്കും.
എന്നിട്ട് സുഖമായിരുന്നു പാത്രങ്ങൾ, അതായത് വലിയ പാത്രങ്ങളൊക്കെ രാത്രി ഒന്നായിട്ട് കൊടുന്ന് വെച്ചിട്ട് കഴുകാട്ടോ. പിന്നെ ഇതാ ഇവരൊക്കെ ഇവിടെ സ്ഥാനം പിടിച്ചിട്ടോ. ഹാൻഡ് വാഷും ടിഷ്യൂം യാമിക്കുട്ടിൻ്റെ എണ്ണയും യാമിക്കുട്ടിൻ്റെ സോപ്പും പാത്രം കഴുകുന്നതൊക്കെ ആയിട്ട് ഇവിടെ ഒരു ഒരു വർക്ക് ഏരിയയുടെയും അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ആയിട്ട്. അത് യാമിക്കുട്ടിയുടെ കുളിച്ചപ്പോഴുള്ള ഡ്രസ്സാട്ടോ, അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടാൻ പറഞ്ഞിട്ട്. പിന്നെ അവിടെ ഞങ്ങളൊരു കർട്ടൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ ഹാളിലേക്കുള്ള റൂമാട്ടോ. അപ്പോൾ ഈ വാതിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ക്ലിക്കാവണില്ല. അപ്പം ഞാൻ ഒരു സൂത്രം കാണിച്ചതാണ്. ഓരോ തുറക്കലിനും ഇതിങ്ങനെ കുറ്റിയിടണേ. അപ്പോൾ ഇത് ഇങ്ങനെ അടഞ്ഞ് ഇല്ല, അവിടെ AC ഇട്ടിക്കുമല്ലേ, അപ്പോൾ റബ്ബർ ഇങ്ങനെ ഇട്ട് വെച്ചു. അപ്പോൾ ഒന്ന് ടൈറ്റായി. ഇങ്ങനെ ഐഡിയ. മറ്റുള്ളത് അമ്പിളിമാസം തിന്നണ്. അമ്പിളിമാസം തിന്നാ യാമിക്കുട്ടി വലിയൊരു ഹാളാണ് കേട്ടോ. റൂമായിട്ടൊന്നും സെപ്പറേഷൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖമായി. ഞാൻ പറഞ്ഞ ഗൾഫിലെ റൂം പോലെ ഗൾഫിൽ ഇങ്ങനെയൊക്കെ അറിയും. ഇപ്പോൾ പലതരത്തിലുള്ള റൂമുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ നിന്നിരുന്ന റൂമുകൾ അങ്ങനെ വലിയൊരു റൂമാക്കാര്. അതിൽ നമ്മൾ ഇവിടെ ബെഡ് ഇട്ടാൽ അത് ബെഡ്റൂം, ഇവിടെ സോഫ ഇട്ടാൽ അത് ലിവിങ് റൂം, അങ്ങനെ ആവട്ടെ. എന്നാൽ പോലെ ഞങ്ങളും ഇവിടെ തരം തിരിച്ചിരിക്കുക. ഞാനും ഈ യാമിക്കുട്ടിയൊക്കെ ഇവിടെ കിടക്കട്ടോ. പിന്നെ ഇത് യാമിക്കുട്ടിയുടെ പ്ലേ ഗ്രൗണ്ട് ഇവിടെ സെറ്റാക്കി. പിന്നെ അവിടെ ഷെഫ് കുട്ടേന് കിട്ടോ. പിന്നെ ബൂബുക്കുട്ടന് യാമിക്കുട്ടിനെ പേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി കിടക്കും. പിന്നെ ഇത് ഞങ്ങൾക്ക് ഉച്ചക്കൊക്കെ ഇടവേളക്കൊക്കെ ഒന്ന് കിടക്കാനും പിന്നെ ഷെഫ് കുട്ടനക്ക് AC-ൻ്റെ അടിയിൽ കിടക്കാൻ വേണ്ടിയിട്ടും. പിന്നെ അത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ സുഖമായിട്ട് ബീൻ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ യാമിക്കുട്ടീൻ്റെ ഡ്രസ്സുകൾ വെക്കാൻ, ഞങ്ങൾ പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സ് വെക്കാനുള്ള അലമാറയാണ് കേട്ടോ ഇത്. എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി, യാമിക്കുട്ടിയുടെതൊക്കെ ഇതിലൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിയിലൊന്നും ഡ്രസ്സ് വെക്കാൻ പറ്റില്ല, ഒക്കെ വലിച്ച് വാരിയിടും. ഇവിടെ TV യൂണിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിമൊക്കെ കച്ചറ പിച്ചർ ഇത് എത്ര നേരാക്കിയിട്ടും കാര്യമുള്ളത് എല്ലാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഇങ്ങനെ കൊടുന്ന് വെക്കുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒന്നും അധികം സാധനങ്ങളൊന്നും വെക്കാൻ പറ്റൂല, ഒക്കെ വലിച്ചു വാരി എടുക്കും. പിന്നെ ഇവിടെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ ഇവിടെ ഓൾറെഡി ഇങ്ങനെ കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ സുഖമായിട്ടോ. കണ്ണാടിയൊന്നും സ്പെഷ്യലായിട്ടൊന്നും വെക്കേണ്ടിയൊന്നും വന്നില്ല. അപ്പോൾ നല്ലൊരു സുഖമുണ്ട്. അധികം വൃത്തിയാക്കാനുമില്ല, ഗൾഫിലത്തെ ഒരു റൂം പോലെയൊക്കെ തന്നെ. പിന്നെ ഇവിടെ പുറം കാഴ്ച കാണാൻ ഇവിടെ വലിയൊരു വിൻഡോ ഉണ്ട് കേട്ടോ. കോർണറിൽ ഇവിടെ വലിയൊരു വിൻഡോ ഉണ്ട് കേട്ടോ. നമുക്ക് പുറത്തേക്ക് നല്ലൊരു കാഴ്ച. ഇപ്പം രാവിലെ ഉറങ്ങി നീച്ചേക്ക് ഞാൻ ഈ കർട്ടൻ ഇങ്ങനെ ആക്കിയിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കും. അപ്പം നല്ല രസമാക്കാര് ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ രസം തോന്നില്ല, നിറച്ച് കരിയില. ഷെഫ് ചിരിക്കട്ടോ, നിറച്ച് കരിയില. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മുറ്റം ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ ഇതിന്റെ മുകളിൽ നിന്നിട്ട്. അപ്പൊ നല്ല രസം, മാങ്ങയും അങ്ങനത്തെ കാഴ്ച കാണാൻ പറ്റും. പക്ഷെ ഈ നേരത്തൊക്കെ ഭയങ്കര ചൂടാ, കരയെ തുറന്നിട്ട് കണ്ണിലും മൂക്കിലൊക്കെ തേക്കുണ്ട്. തുണികൾ തിരുമ്പാനുള്ള ഇതാ ഇവിടെ കേട്ടോ. ഈ ബാസ്ക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ വാഷിംഗ് മെഷീൻ ഓൾറെഡി ഇവിടെ മുകളിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് തിരുമ്പാനും സുഖമായി. പിന്നെ ഇവിടെ പ്ലഗ് പോയിന്റുകളൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് മിക്സി ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ ചായന്റെ കെറ്റിലും ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഒക്കെ ഒരു സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഓപ്പൺ ടെറസ് കേട്ടോ. ഓപ്പൺ ടെറസിൽ തുണികൾ എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. ഞാൻ തുണികളൊക്കെ എടുത്ത് വെക്കുന്നു, അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പൊ തുണികൾ തിരുമ്പിയിട്ട് വാഷിംഗ് മെഷീനിൽ തിരുമ്പി ഉണക്കാനും കൊടുന്നു വെക്കാനും ഒക്കെ നല്ല സുഖമായിട്ടോ. പിന്നെ ആണുങ്ങൾക്കുള്ള അലമാര ഞാൻ ഇവിടെ കേട്ടോ സെറ്റാക്കിയിരിക്കണേ. ഞാനാണ് തീരുമാനിക്കുക ഇവരെ ഡ്രസ്സുകളൊക്കെ എവിടെ വെക്കണം എവിടെ വെക്കണ്ട. ഇവിടെയാണ് നിങ്ങൾ അലമാര എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അലമാര. അങ്ങനെ ഓൾക്ക് കൊടുത്ത അലമാറയാണ് ഇത്. യാമിക്കുട്ടിയുടെ ഇതിട്ടോ. അപ്പോൾ ഷെഫ് മോൻ്റെയും ഇക്കാൻ്റെയും ഓരോ ഡ്രസ്സുകളൊന്നും ഓടി ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ താൽക്കാലികമുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ഇവിടെയാണ് വെക്കാറ്. പിന്നെ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ അപ്പിടിപ്പിക്കുക. പോട്ടിയപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ അതാണ് ഞങ്ങളെ ബാത്റൂം ഇവിടെ ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ബാത്റൂം ഇവിടെ ഉണ്ടായിരുന്നു, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂം, ഷെഫ് മോൻ്റെ ബാത്റൂം. ഒച്ച കേട്ട് നോക്കി നോക്കുമ്പോഴാണ് മയിൽ പീലി വിടർത്തി ആട് കേട്ടോ. നല്ല കാഴ്ചയാണ് ഇവിടെ. ഇവിടെയൊക്കെ ഇതാ നിന്നാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാറില്ല ആ മലയും ഒക്കെ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഞാൻ പമ്പേഴ്സ് ഉപ്പിട്ട് വെക്കാനും പമ്പേഴ്സിൻ്റെ ഉപ്പൂപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. യാമി ഇത് വിട്ടില്ല യാമിയെ. TV മറിയോ എന്ന് എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ TV അങ്ങനെ മറിയൊന്നുമില്ല, അത് നല്ലൊരു സെറ്റപ്പിലാണ്. പിന്നെ അത് അവൾക്ക് എത്തൂല്ല. അപ്പോൾ എന്തായാലും ഊത് പുറപ്പിക്കുന്ന കരിയൊക്കെ എന്തായാലും അവിടെ തട്ടി മാറ്റിച്ചിട്ടുണ്ട്, ലെവലാക്കുന്നുണ്ട്. യാമി വൃത്തിയാക്ക. എന്താ കാട്ടിയത് ചീച്ചിയാക്കിയില്ലേ? കയ്യമ്മയിലേക്ക് കൈ കാണിച്ചാ കയ്യമ്മ. എന്താണ് കയ്യമ്മ? രസമുണ്ടോ? കയ്യമ്മ അടിപൊളിയാക്കിട്ടു. അന്റെ മൂത്ത്
കഴുകി തരാട്ടാ. നമുക്ക് ഇന്നത്തെ പണികൾ എന്തൊക്കെയായി നോക്കാം. ഇവിടെ ഉണ്ടോ ബുബുവിന്റെ ക്ലോസ്. ഇതാണ് അവസ്ഥ. ആൾ താമസിക്കുന്ന വീട് ഇങ്ങനെ തുറന്നിട്ട് പോവേ പറഞ്ഞിട്ട് നമ്മൾ മുകളിൽ. പക്ഷെ നമ്മൾ വീഡിയോ ഇടുമ്പോ തന്നെ നമ്മളിതിന് ഡോർ വെക്കും കേട്ടോ. അത് കണ്ടിട്ട് ആരും കൂടെ ഓടി വരണ്ട. സ്വർണ്ണാണ് ഈ കിട്ടിയത്. നമ്മളെ സിറ്റ് ഔട്ട് ഇതാ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ട് ഉണ്ടായിട്ടില്ല. ഇനി ഓപ്പൺ ആയിക്കണം. തലവാതിൽ വരെ ഇല്ല. ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് ആരും ഇങ്ങോട്ട് വരുന്നു വേണ്ട കേട്ടോ. അപ്പൊ ഞങ്ങൾ ഡോർ വെക്കും. അത് ഓപ്പൺ ആക്കിയപ്പോ തന്നെ നല്ലൊരു വിശാലത ഉണ്ട് കേട്ടോ. നല്ലൊരു വിശാലത ഉണ്ട്. മറ്റേ നമ്മളെ ഗ്രാനൈറ്റ് രണ്ടും പൊട്ടിക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുറ്റൊക്കെ ഇപ്പൊ ഇതാ ഇങ്ങനെ കിടക്കണ കേട്ടോ. എന്താ നമ്മള് തുറന്ന സിറ്റൗട്ടിൽ നിന്ന് വീഡിയോ വേണ്ടി ചെയ്യാനുള്ള ഞങ്ങൾ ടൈൽസ് നോക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അമ്മക്ക് ഇങ്ങനെയൊക്കെ ആവുക കാരണം അങ്ങനെ ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ. ഇനി നാളെ ഇൻഷാല്ലാ ടൈൽസ് ഒക്കെ നോക്കാൻ പോവണം. അപ്പൊ ഞങ്ങൾ വീഡിയോ മൈൻഡ് അപ്പ് ഇവിടെ ഒന്നും നിൽക്കൂല കേട്ടോ. ഭയങ്കര ചൂടാണ്. അപ്പൊ അടുത്ത് നല്ല വിശേഷമായിട്ട് കാണാൻ ഇവരെ എല്ലാ കൂട്ടുകാർക്കും പറഞ്ഞാമിക്കുട്ടി പറഞ്ഞ എല്ലാവർക്കും അതിലൂടെ തുറന്നിട്ടിട്ടാണ് കേട്ടോ കിടക്കുന്നത്. തടവൊക്കെ എന്നാലും ആർക്കെങ്കിലും ഇന്ന് വന്നാ കേറാം. ഇവിടെ ലോക്കാക്കിയിട്ടുണ്ട്. ഇവിടെ